ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് വണ്ണിലെ ഗ്രാമർ സെക്ഷനിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റായി നോക്കാനുള്ള ഒരു ഭാഗമാണ് ഈഫ് ക്ലോസ്. അത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് പഠിക്കാൻ നോക്കാം. അതിൽ മെയിനായിട്ട് ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷനാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് കൂടാതെ സീറോ കണ്ടീഷൻ എന്ന് പറഞ്ഞ ഒരു ക്ലോസും കൂടെ ഉണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. നമുക്കപ്പോൾ അത് വെച്ച് തുടങ്ങാം. സീറോ കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ ജനറൽ ട്രൂത്ത്സ്, ഫാക്ട്സ്, യൂണിവേഴ്സൽ ട്രൂത്തായിട്ടുള്ള സയൻറ്റിഫിക് ഫാക്ട്സുകൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീറോ കണ്ടീഷനിൽ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. നിങ്ങൾ എവിടെ പോയിട്ട് ഐസ് ചൂടാക്കിയാലും അത് മെൽട്ടാവും. അതൊരു കോമൺ ഫാക്റ്റാണ്, എല്ലായിടത്തും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ഫാക്റ്റാണത്. അതുപോലെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്ലാന്റ്സ് ഡൈ ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് വാട്ടർ. അല്ലെ, ചെടികൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അവരെന്ത് പോകും, ചെടികൾ നശിച്ചു പോകും, മരിച്ചു പോകും എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ട്സും ജനറൽ ട്രൂത്ത്സും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീറോ കണ്ടീഷനിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഈഫ് ക്ലോസിൽ കണ്ടീഷണൽ ക്ലോസ് ആയതിൽ തന്നെ അതിന് രണ്ട് സെക്ഷൻസ് ഉണ്ടാവും. ഒന്ന് ഈഫ് വെച്ചിട്ടുള്ള ഭാഗം, അതിന് നമ്മൾ ഈഫ് ക്ലോസിൻ്റെ ഭാഗം എന്ന് പറയും. അതിനുശേഷം കോമയ്ക്ക് ശേഷമുള്ള ഭാഗത്തിനാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഈ സീറോ കണ്ടീഷനിൽ ഈ രണ്ട് ഭാഗത്തും വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇഫ് യു ഹീറ്റ് ഐസ്, ഹീറ്റ് എന്നുള്ളത് V1 ഫോമാണ്. അതുപോലെ തന്നെ മെയിൻ ക്ലോസിലുള്ള മെൽറ്റ്സ് എന്നുള്ളതും V1 ഫോം തന്നെയാണ്. അപ്പോൾ ഈഫ് ക്ലോസിൻ്റെ ഭാഗത്തും V1 ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, മെയിൻ ക്ലോസിൻ്റെ ഭാഗത്തും V1 ഫോം തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് കണ്ടീഷനിൽ നോക്കിയാൽ അതാണ് പോസിബിൾ കണ്ടീഷൻ. നമ്മൾ ഈ 3 കണ്ടീഷൻ ക്ലോസ് പഠിക്കുന്നുണ്ടെങ്കിലും ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റി ഉള്ള ഒരേ ഒരു കണ്ടീഷനാണ് ഫസ്റ്റ് കണ്ടീഷൻ. റിയാലിറ്റിയുമായി കണക്ഷനുള്ള പോസിബിൾ കണ്ടീഷനാണത്. പോസിബിൾ എന്ന് പറഞ്ഞാൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ പോസിബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിൽ ഈഫ് ക്ലോസിൻ്റെ ഭാഗത്ത് V1 ഫോമാണ് വരിക. അതുപോലെ മെയിൻ ക്ലോസിൻ്റെ ഭാഗത്ത് നമ്മൾ എഴുതുമ്പോൾ വിൽ പ്ലസ് V1 എഴുതുക. ഫോർ എക്സാമ്പിൾ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ സ്റ്റഡിയാണ് അതിലെ വെർബ്. ഈഫ് ക്ലോസിൻ്റെ ഭാഗത്തുള്ള വെർബ് V1 ഫോമാണ്. മെയിൻ ക്ലോസിൽ വന്നപ്പോൾ എന്ത് നമ്മൾ ചേർത്തു? വില്ല് പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം, അതായത് വിൽ പാസ് എന്ന് വന്നു. ഈഫ് ക്ലോസിൻ്റെ ഭാഗത്ത് V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ചേർക്കണം എന്ന് ഓർക്കാം. ആ വില്ലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻ ഉപയോഗിക്കാം, ഷോൾ ഉപയോഗിക്കാം, മേ ഉപയോഗിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. ആ സെൻറ്റൻസിൻ്റെ അർത്ഥം നോക്കിയാൽ, ഇഫ് യു സ്റ്റഡി വെൽ, നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താവും? നിങ്ങൾ എക്സാമിന് പാസ്സാകും. ഇപ്പോൾ സാധ്യതയുള്ള ഒരു പോസിബിലിറ്റി ഉള്ള കണ്ടീഷനാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ അതിൽ ഇത്രയും ഓർമ്മിക്കാനുള്ളൂ. ഈഫ് ക്ലോസിൻ്റെ ഭാഗത്ത് V1 വന്നാൽ മെയിൻ ക്ലോസ് നിങ്ങൾ എന്ത് ചെയ്യണം? വില്ല് പ്ലസ് V1 ഫോം ചേർക്കണം. V1 എന്ന് പറഞ്ഞാൽ ബേസ് ഫോമാണ്, ഇൻഫിനിറ്റ് ഫോമിനെയാണ് നമ്മൾ V1 ഫോം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷിൽ ഏത് വേർബിനും V1, V2, V3 ഫോംസ് ഉണ്ടാവും. ഇപ്പോൾ ഗോ, വെൻറ്റ്, ഗോൺ, അതിൽ ഗോ ആണ് V1 ഫോം. സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്, അതിൽ സ്റ്റഡി ആണ് V1 ഫോം. ഇനി സെക്കൻഡ് കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ, സെക്കൻഡ് കണ്ടീഷനിൽ ഈഫ് ക്ലോസിൽ V2 ആയിരിക്കും. നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടീഷനിൽ V1 കണ്ട സ്ഥലത്ത് ഇവിടെ ആകുമ്പോഴേക്കും V2 വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റഡി എടുത്താൽ സ്റ്റഡീൻ്റെ V2 ഫോം എന്ന് പറഞ്ഞാൽ സ്റ്റഡീഡ് ആണ്. അപ്പോൾ ആ എക്സാമ്പിൾ തന്നെ നോക്കിയാൽ, ഇഫ് യു സ്റ്റഡീഡ് വെൽ, അവിടെ V2 ഫോം വന്നു. അപ്പോൾ ഈഫ് ക്ലോസിൽ V2 വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് ചേർക്കണം? വുഡ് പ്ലസ് V1 ഫോം ചേർക്കണം. നേരത്തെ വിൽ പ്ലസ് V1 ആയിരുന്നു, ഇവിടെ അത് വുഡ് പ്ലസ് V1 ആകുന്നു. അപ്പോൾ ഇതേ എക്സാമ്പിളിൽ യു വുഡ് പാസ് ദി എക്സാം എന്നാകും. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദി എക്സാം. പക്ഷെ ഇത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്, അൺറിയൽ കണ്ടീഷനാണ്. കാരണം നിങ്ങൾ നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ പാസ്സാകുമായിരുന്നു. നിങ്ങൾ പഠിച്ചില്ല, പാസ്സായില്ല, അപ്പോൾ നടന്നു കഴിഞ്ഞ കാര്യമാണത്. ഇനി മൂന്നാമത്തെ തേർഡ് കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ അതിലും വരുന്ന മാറ്റം, ഈഫ് ക്ലോസിൻ്റെ കൂടെ ഈഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം വരും. മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോമാണ് ചേർക്കേണ്ടത്. ആ സെയിം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ് ദി എക്സാം. അതായത് നിങ്ങൾ നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ നീ പാസ്സാകുമായിരുന്നു. പക്ഷേ ഇതും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ടത്, ഈഫ് ക്ലോസിൻ്റെ കേസിൽ ഈഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നാൽ അപ്പുറത്ത് വുഡ് ഹാവ് പ്ലസ് V3 ചേർക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഫസ്റ്റ് കണ്ടീഷനിൽ ഈഫിൻ്റെ ഭാഗത്ത് V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ചേർക്കാം. സെക്കൻഡ് കണ്ടീഷൻ, ഈഫിൻ്റെ കൂടെ ഈഫ് ക്ലോസിൻ്റെ കൂടെ V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ചേർക്കാം. തേർഡ് കണ്ടീഷൻ ഹാഡ് പ്ലസ് V3 വന്നാൽ വുഡ് ഹാവ് പ്ലസ് V3 ചേർക്കാം. ഇതിൽ തന്നെ വുഡിന് പകരം നിങ്ങൾക്ക് ഷുഡ്, കുഡ്, മൈറ്റ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, ഇഫ് യു ഡാഷ് ഏർലി യു വിൽ നോട്ട് മിസ് ദ ട്രെയിൻ. ഇപ്പോൾ ഇവിടെ ഈഫ് ക്ലോസിൻ്റെ ഭാഗത്താണ് നമുക്ക് ഡാഷ് ഉള്ളത്. അവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
മെയിൻ ക്ലോസിൽ നോക്കിയാൽ വില്ല് പ്ലസ് V1 ഫോം കാണാം. അപ്പോൾ വിൽ പ്ലസ് V1 മെയിൻ ക്ലോസിൽ വരണമെങ്കിൽ ഈഫ് ക്ലോസിൽ എന്തായിരിക്കും V1 ഫോം ആയിരിക്കും വരേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നോക്കുക, കം V1 ആണ്, കെയും അതിൻ്റെ V2 ഫോം ആണ്, വിൽ കം എന്നുള്ളത് അതിൻ്റെ ഫ്യൂച്ചർ ടെൻസ് ആണ്, വിൽ പ്ലസ് V1 എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ, ഈഫ് ക്ലോസിൽ V1, മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വരുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ V1 ആയിരിക്കും. അപ്പോൾ ആൻസർ ഏതാ, കം ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഈഫ് ഷീ ഡാഷ് എ ഡോക്ടർ ഷീ വുഡ് ഹെൽപ്പ് ദ പുവർ. അപ്പോൾ അവിടെ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈഫ് ക്ലോസ് എന്തായിരിക്കും, V2 ആയിരിക്കും. ഇതിൽ ഈസ്, വേർ, വിൽ ബി, ഇതിൽ V2 ഫോം, പാസ്റ്റ് ടെൻസ് ഫോം വരുന്നത് ഏതാണ്, വേർ ആണ്. അപ്പോൾ അതാണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഈഫ് ഇറ്റ് ഡാഷ് ടുമോറോ വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. അപ്പോൾ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വന്നു. അങ്ങനെയാണെങ്കിൽ ഈഫ് ക്ലോസിൽ V1 ആണ് വരേണ്ടത്. ഈ ഇറ്റ് ആയതുകൊണ്ട് ഇറ്റ് സിംഗുലർ ഫോം ആയ റെയിൻസ് ആണ് അവിടെ ആൻസർ വരിക. ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടെത്തുമല്ലോ, കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ.